നമ്മളിന്ന് രാവിലെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇഡ്ഡലി കുറച്ച് മാവുണ്ട്, കുറച്ച് പഴയതാണ്, ഒത്തിരി പുളിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെന്ത് ചെയ്തു, വലിയൊരു സബോള കട്ട് ചെയ്തിട്ടു, ഒരു കഷ്ണം, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് മല്ലിയില ഇട്ട് 2 സ്പൂൺ റവ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. കുഴിയപ്പക്കല്ല് ഒഴിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അതങ്ങനെ ചെയ്യാറുണ്ട്. ചെറിയൊരു കുഞ്ഞു കരണ്ടി എടുത്തിട്ട് നമ്മൾ ലൈക്ക് ചെയ്തിട്ട് കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്കും ചെയ്യുക. കല്ല് ചൂടായിട്ടുണ്ട്, നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതൊരു ഹാഫ് അവറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാനത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഇതാവും. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടമ്മ. അത് ഈ ഉള്ളിയുടെയും മാവിന്റെയൊക്കെ മണം വെളിച്ചെണ്ണയൊക്കെ കൂടെ ആകുമ്പോഴുള്ള ഒരു ഇതിലൂടെ ഇഡ്ഡലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴിക്കണം അല്ലേ? ആലോചിക്കുമ്പോ തന്നെ വിശക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് മാവൊക്കെ ഇങ്ങനെ കയ്യോടെ കുഴക്കുമ്പോ വലിയ പണി ഉണ്ടാവില്ല വെച്ചിട്ട് നമ്മളത് കയ്യോടെ തുടച്ചെടുക്കുകയാണ്. അപ്പൊ നമുക്കിത് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. കുറച്ചൊക്കെ ഇവിടെ റെഡി ആയിക്കണം അല്ലേ? ടേസ്റ്റ് ചെയ്ത ആരെങ്കിലും? ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? റിവ്യൂ പറ. അടിപൊളി, സൂപ്പർ സൂപ്പർ, ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്. മസ്റ്റ് ട്രൈ ആണത്. പക്ഷെ ഇത് നല്ലൊരു സ്നാക്സ് കൂടിയാണ്. ഞങ്ങൾ സ്നാക്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതിനെന്തോ പറയൂടാ അതിന്, എല്ലാ നാട്ടിലും അങ്ങനെ എന്തോ പറയും ഇതിന്. അവരൊക്കെ ചെയ്യും. നമ്മള് ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ചെയ്ത് നോക്കാതെ ചെയ്ത് നോക്കിയത് ഒരു വെറൈറ്റി അല്ലേ? നല്ല ടേസ്റ്റ് ആണ്. തമിഴ്നാട്ടിലൊക്കെ ഹോട്ടലുകളിലൊക്കെ പോയാലൊക്കെ കിട്ടാൻ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. ഇപ്പൊക്കെ നല്ല ട്രെൻഡി ആയിട്ട് ചെറിയ ബട്ടൺ ഇഡ്ലിന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇല്ലേ? പക്ഷെ എന്താ നല്ല ടേസ്റ്റ് ആണ് ഈ സംഭവം, അതറിയും. അതും ഈ പുളിച്ചണം അവർ ചെയ്യുമ്പോഴേ ഗൈസ് അതിന്റെ ഒരു ടേസ്റ്റ്. ആ റവ ഇടുമ്പോ പുളിയൊക്കെ പോകുന്നുണ്ട്, ഈ ഉള്ളിന്റെയും കൂടെ ഒരു മണമാകുമ്പോ നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഒരു പ്രത്യേകതയാണ് അല്ലേ? ഇതിൽ ഇഡ്ലിപ്പൊടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കഴിക്കണം, അത് നല്ലൊരു ടേസ്റ്റ് ആണ്. അതൊരു വല്ലാത്ത ഫീലാണ്. കഴിക്കാന്ന് കാണിച്ചത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുട്ടിട്ട് പാത്രത്തിലേക്ക് ആക്കി അത് ഉണ്ടാക്കി എടുത്തിട്ട് ഇതൊക്കെ പാത്രത്തേക്ക് ആക്കിയിട്ട് നമ്മളിനി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് തുറക്കണം. നമ്മൾ എല്ലാം ചുട്ട് ഇതവിടെയൊക്കെ റെഡിയാക്കി ഇഡ്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ പോവാണ്. നോക്കാം, നമ്മുടെ ഷെഫാണ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഷെഫ് കുലിക്കത്തക്കത്തെ കുലുക്കങ്ങള് ഒക്കെ മിക്സ് ആയി. നോക്ക്, ഇനി ഒന്നെടുത്തങ്ങട് വായി വെച്ച് നോക്കടാ. പൊളിച്ചില്ലേ? ഞാൻ കൂടി തിന്നട്ടെ, എന്റെ റിയാക്ഷൻ എടുത്തോ. അടിപൊളി, മസ്റ്റ് ട്രൈ ഗൈസ്. അപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇന്നത്തെ അമ്മ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മൈക്ക് പിടിച്ചോ, ആളെ പിടിച്ച് സംസാരിച്ച കഴിച്ചിട്ടില്ലല്ലോ. നല്ല ടേസ്റ്റ് ആണ്.
ഇതെല്ലാവരും കഴിച്ച് നോക്കുക. ഇതുപോലെ ഇഡ്ഡലിപ്പൊടി കുറച്ച് എണ്ണയിലിട്ടിട്ട് ചാലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, അതൊരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ച് നോക്കുക. വേറെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചമ്മന്തിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും റിയാക്ഷൻ ഒക്കെ എടുത്തു. ഇനി ഇപ്പൊ നമ്മളത് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേ. അപ്പൊ നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു കുക്കറി വ്ളോഗ് തന്നെയല്ല അതന്നെ. അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ.